ആലപ്പുഴയിൽ നാളെ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വള്ളംകളി ആവേശത്തിലാണ് ആലപ്പുഴയും കുട്ടനാടും. വള്ളംകളി ഫിനിഷിംഗ് പോയിൻ്റായിട്ടുള്ള പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് VS കൃഷ്ണരാജ് ചേരുന്നുണ്ട്. കൃഷ്ണരാജ്, അവിടുത്തെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? നാളെ എന്തായാലും വള്ളംകളിയുടെ ആവേശം അതിൻ്റെ ഒട്ടും ചോരാതെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ജനം ടിവിയുടെ ടീമെല്ലാം സജ്ജമായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ എത്രത്തോളം അവിടുത്തെ നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്? നിഖിൽ, ഇന്നിപ്പോ സമാധാനമായി നിൽക്കാവുന്ന ഒരു സായാഹ്നമാണ് ഇവിടെ. വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ നാളെ ഇങ്ങനെ ആവില്ല. ഈ സമയത്ത് ഇതേ ഇടത്തൊക്കെ നിന്ന് തത്സമയം പ്രേക്ഷകരിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെങ്കിൽ വളരെ പ്രയാസമാകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു മണൽത്തരി മുകളിലേക്ക് വാരിയെറിഞ്ഞാൽ താഴെ വീഴാത്തത്ര വിധം തിരക്കാകും ഇവിടെ, ആവേശമാകും ഇവിടെ, ആരവമാകും ഇവിടെ, ആമോദമാകും ഇവിടെ. അതുകൊണ്ട് തന്നെ പുന്നമടക്കായലിന്റെ തീരത്ത് നിന്ന് തലേ ദിവസത്തെ സായാഹ്നത്തിൽ പ്രേക്ഷകരോട് സംസാരിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് ഫിനിഷിംഗ് പോയിന്റ് ആണ്. അതായത് നെഹ്റു ട്രോഫിയിൽ 19 ചുണ്ടൻ വള്ളങ്ങൾ ആവേശ പോരാട്ടത്തിനൊടുവിൽ ഫിനിഷ് ചെയ്യുന്ന ഏരിയയാണത്, ഫിനിഷിംഗ് പോയിന്റ്. അവിടെയാണ് നാളെ ജേതാക്കൾ ആവേശത്തോടെ, ആരവത്തോടെ, ആമോദത്തോടെ തുഴകൾ മുകളിലേക്ക് എറിഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കുന്ന നിമിഷം ഉണ്ടാവുക. ഇപ്പോഴും ഇവിടെ ആവേശത്തിനൊട്ടും കുറവില്ല. വഞ്ചിപ്പാട്ട് സംഘങ്ങളൊക്കെയും പലയിടത്തായി അവരുടെ റിഹേഴ്സൽ ക്യാമ്പുകൾ, ചുണ്ടൻ വള്ളങ്ങൾ അവരുടെ ക്യാമ്പുകളിൽ ഇപ്പോഴും സജീവമായി തന്നെയുണ്ട്. പക്ഷേ ഇന്ന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. നാളെ ഇനി അവരെ സമയത്ത് മാത്രമേ നമുക്ക് സമീപിക്കാൻ കഴിയുമെന്ന അവസ്ഥയുണ്ട്. ഏതായാലും പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഓരോ ചുണ്ടൻ വള്ളങ്ങളുടെയും അടുത്തേക്ക് എത്തിച്ചേരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു അതിഥി ചേരുന്നുണ്ട്. ഏറെ പ്രശസ്തമായ UBC കൈനഗിരി എന്ന ടീമിന്റെ രക്ഷാധികാരി കൂടിയായ പ്രമോദേട്ടൻ നമുക്കിപ്പോൾ ഉണ്ട്. പ്രമോദേട്ട, UBCയിലേക്ക് പിന്നെ വരാം. പൊതുവെ ഇവിടുത്തെ ഒരുക്കങ്ങൾ ഏതുവരെ എത്തി? പൊതുവിൽ വള്ളംകളി നടക്കേണ്ടത് ഓഗസ്റ്റ് മാസം 2ാം ശനിയാഴ്ചയാണ്. പക്ഷേ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വള്ളംകളി നമുക്ക് മാറ്റിവെച്ച് ഏതാണ്ട് ഈ സെപ്റ്റംബർ മാസം അവസാനം വള്ളംകളി നടക്കുമ്പോൾ ഇതുവരെയുള്ള തയ്യാറെടുപ്പുകൾ ഏറ്റവും ഗംഭീരമായിട്ട് 70 വയസ്സ് പൂർത്തിയാകുന്ന നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ നെഹ്റു ട്രോഫിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഒരു 70 വയസ്സായ ആളിന് ഒരു ആഘോഷം സംഘടിപ്പിക്കാറുണ്ട് അല്ലേ? എല്ലാവരും ഒരുമിച്ച് കൂടി ആ മനുഷ്യനൊപ്പം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് 70 വയസ്സാവുകയാണ്. വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ ഓർമ്മപ്പെടുത്താൻ എന്തൊക്കെ? തീർച്ചയായിട്ടും ഈ 70 വയസ്സാകുന്ന മനുഷ്യനെ പോലെ അല്ല നെഹ്റു ട്രോഫി. നെഹ്റു ട്രോഫി ഓരോ വർഷം ചെല്ലുന്തോറും അതിന്റെ കാന്തിയും ശോഭയും വർദ്ധിക്കുന്ന, ചെറുപ്പം കൂടി ഒരു യൗവനയുക്തമായി നിൽക്കുന്ന ഒരു സംവിധാനമായിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജവഹർലാൽ നെഹ്റുവിന്റെ സന്ദർശനം 1952 സന്ദർശനം, അത് ഈ പുന്നമടക്കായലിന്റെ എൻഡിലുള്ള വേമ്പനാട്ടുകായലിന് സമീപത്തുള്ള മൺട്രോത്തുരുത്തിലായിരുന്നു. ആ സ്വീകരണവും ആ ഘോഷങ്ങളുമെല്ലാം അതിന്റെ സ്മരണയ്ക്കായിട്ട് നെഹ്റു ട്രോഫി ആദ്യം സംഘടിപ്പിച്ചത് നെഹ്റു ട്രോഫി ആയിട്ടല്ല, പ്രസിഡൻഷ്യൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിലാണ്. അത് കൈനകരിയിലെ മീനപ്പള്ളി വട്ടക്കായലിലാണ് 2 തവണ സംഘടിപ്പിച്ചത്. പക്ഷെ ആ വട്ടക്കായലിന്റെ അകത്ത് കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന അസൗകര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടും അവിടെ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടുമാണ് അത് നേരെ ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റേസ് കോഴ്സിലേക്ക്, പുന്നമടക്കായലിലേക്ക്, ആലപ്പുഴ നഗരത്തിന്റെ ഓരം പറ്റി നിൽക്കുന്ന പുന്നമടക്കായലിലേക്ക് വള്ളംകളി മാറ്റിയത്. എന്തായാലും ശരി, ഇതാണ് വള്ളംകളി നടത്താൻ പറ്റുന്ന ലോകത്തെ ഏറ്റവും നല്ല ട്രാക്ക് എന്ന് തന്നെയാണ് ഞങ്ങൾ കുട്ടനാട്ടുകാർ വിശ്വസിക്കുന്നത്. ശരി, ഈ UBC കൈനഗിരിയിലേക്ക് വന്നാൽ ഒരു വലിയ ചരിത്രം UBCക്കും ഉണ്ട്. ഇത്തവണ എങ്ങനെയാണ് UBCയുടെ ഒരുക്കുന്നത്? തീർച്ചയായിട്ടും നെഹ്റു ട്രോഫിയോളം വള്ളംകളിയോളം വള്ളംകളിയുടെ മത്സര സ്വഭാവം കൈവരിച്ചതിന് ശേഷമുള്ള ചരിത്രവും UBCയുടെ ചരിത്രവും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. നെഹ്റു ട്രോഫി ഏറ്റവും കൂടുതൽ തവണ കരസ്ഥമാക്കിയ ക്ലബ്ബ് UBC കൈനഗിരിയാണ്. അത് 12 തവണ UBC കൈനഗരി 2 ഹാട്രിക് ഉൾപ്പെടെയുള്ള വിജയം നേടി എന്നുള്ളത് മാത്രമല്ല, സമീപസ്ഥങ്ങളായ ചില ക്ലബ്ബുകൾക്ക് വേണ്ടി പോയി തുഴഞ്ഞ് ആ വള്ളങ്ങളെയും ജയിപ്പിച്ച് ചരിത്രം കൂടി കൂട്ടുമ്പോൾ എണ്ണം കൂടുതൽ വരും. ഹാട്രിക് ഉൾപ്പെടെയുള്ള റെക്കോർഡുകളുടെയൊക്കെ പ്രിയപ്പെട്ട തോഴനാണ് UBC കൈനഗരി. മാത്രമല്ല, ഈ ഇത്രയധികം ഫാൻസുകളുള്ള, ഇത്രയധികം ഫാൻ ക്ലബ്ബുകളുള്ള, ഇത്രയധികം ആരാധക വൃന്ദമുള്ളൊരു ക്ലബ്ബ് വള്ളംകളി ലോകത്ത് വേറെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. നാളെ എന്താ UBCയുടെ പ്രതീക്ഷ? നാളെ UBC തലപടി ചുണ്ടലിലാണ്. താരതമ്യേന ഇളംമുറക്കാരനായിട്ടുള്ള തലപടി ചുണ്ടലിലാണ് നാളെ UBC കൈനഗരി അംഗം കുറിക്കാൻ എത്തുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നാളെ പുന്നമടക്കായലിൽ UBC കൈനഗരിയുടെ പ്രകടനം തീർച്ചയായിട്ടും വള്ളംകളി പ്രേമികൾ UBCയെ എത്രത്തോളം നെഞ്ചിൽ ആവാഹിച്ചിട്ടുണ്ടോ, അവർ നെഞ്ചിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ, അത്രയും അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രകടനമായിരിക്കും നാളെ UBC ഇവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. UBC കൈനഗിരിയുടെ രക്ഷാധികാരി പ്രമോദാണ് നമുക്കൊപ്പം ചേർന്നത്. ഏതായാലും തുഴയുടെ തോഴർ
നാളെ രാവിലെ മുതൽ തന്നെ ഇവിടെയൊക്കെ ഉണ്ടാകും. ആദ്യം ചെറുവള്ളങ്ങളുടെ മത്സരമാകും നടക്കുക, ഹീറ്റ്സ് മത്സരമാകും. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരവും ഫൈനൽ മത്സരവും നടക്കുക. ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരവും അപ്പോഴാവും നടക്കുക. 19 ചുണ്ടൻ വള്ളങ്ങളാണ് ആവേശപ്പോരിനായി പുന്നമടക്കായലിൽ ഇറങ്ങുക. ഓളപ്പരപ്പിൽ ആവേശം വിതറിക്കൊണ്ട് ആരവമായിക്കൊണ്ട് 19 ചുണ്ടൻ വള്ളങ്ങൾ ഇറങ്ങും. ആകെ 74 വള്ളങ്ങൾ നാളെ മത്സരിക്കാൻ ഇറങ്ങും. ഏതായാലും ആവേശം അണമുറിയാത്ത ഒരു പകൽ, ഒരു രാവ്, ഒരു സായാഹ്നമായിരിക്കും നാളെ എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പുന്നമടക്കായൽ ഒരുങ്ങിക്കഴിഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ട്രാക്കിലൂടെ വള്ളങ്ങൾ കുതിച്ചുപായുന്ന കാഴ്ച കാണാൻ ഇന്ന് രാവൊന്ന് വെളുത്തു വരുമ്പോഴേക്കും നമുക്ക് ആവേശ കാഴ്ചകളിലേക്ക് പോകാം. നിഖിൽ, എന്തായാലും നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള അവസാന വട്ട ഒരുക്കത്തിൽ തന്നെയാണ് ആലപ്പുഴ പുന്നമടക്കായലുള്ളത്. പുന്നമടയിലെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് VS കൃഷ്ണരാജാണ് വിവരങ്ങൾ നൽകിയത്. നാളെ വള്ളംകളി ദിവസം രാവിലെ മുതൽ ഇടമുറിയാത്ത തത്സമയ വിവരങ്ങൾ, അതിൻ്റെ ആവേശങ്ങളൊക്കെ ആയിട്ട് ജനം TV പൂർണ്ണ സജ്ജമാണ്.